ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് വലിയ സംഭവമായി കാണും. എന്നാൽ അതിലും വലിയ 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 പ്രശ്നങ്ങളാണ് ആഖിറത്തിൽ വരാനുള്ളത്. യൗമുൻ, ആഖിറത്തിലെ ഒരു ദിവസം എത്ര? മിഖ്ദാറുഹു ഖാന മിഖ്ദാറുഹു 50,000 സന. മാഷാ അല്ലാഹ്, 50,000 കൊല്ലാണ്. എങ്ങനെ സഹിക്കും? സൂര്യൻ ഒരു ചാൺ, കാലിൽ ചെരുപ്പില്ല, ഭൂമി പഴുത്ത് നിൽക്കുന്നു, വിയർപ്പിൻ്റെ കണങ്ങളിൽ മുങ്ങിത്താവുന്നു. ആരോട് പറയും? പ്രതീക്ഷ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അവിടുന്ന് അർശിങ്ങൾ ചെന്ന്, അർശിൻ്റെ ചുവട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ചോദ്യം തുടങ്ങുക. ആ ഹബീബിൻ്റെ പുണ്യ മാസം വരവായി, വസന്തം, റബീഉൽ അവ്വൽ. മാഷാ അല്ലാഹ്. എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. കേൾക്കി. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കപ്പെട്ടു, അൻ യൗമിൻ, ഒരു ദിവസത്തെ തൊട്ട്. ഏത് ദിവസമാണ്? കാന മിഖ്ദാറുഹു 50,000 സന. അതിൻ്റെ കണക്ക് 50,000 കൊല്ലമാണ്. മാ തൂലു ഹാദൽ യൗം. തഅജ്ജുബാണ്, എന്തോ ഒരു നീളമാണ് നബിയെ ഒരു ദിവസം, എന്താ ചെയ്യാൻ? ഇത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹു ലയുഖഫഫു അലൽ മുഅ്മിനി ഹത്താ യകൂന അഹ്വന അലൈഹി മിനസ് സ്വലാത്തിൽ മക്തൂബത്തി യുസല്ലിഹാ ഫിദ്ദുനിയാ. ദുന്യാവിൽ വച്ച് നിസ്കരിക്കുന്ന 5 വക്ത് ഫർള് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ ഒരു നിസ്കാരത്തിൻ്റെ കണക്കേ ഉണ്ടാവും. ഒരു ഫർള് നിസ്കരിക്കണ അത്രേ ടൈമായി തോന്നുള്ളൂ. ആർക്ക്? ഒരു മുഅ്മിനായ മനുഷ്യന്. അല്ലാഹുമ്മ ജഅൽനാ മിൻ. അപ്പോൾ പ്രശ്നമില്ല. യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ മരണത്തോടു കൂടെ രക്ഷപ്പെടുകയാണ്. യഥാർത്ഥ അല്ലെങ്കിലോ അതോടുകൂടെ കുടുങ്ങിപ്പോവുകയാണ്. നമ്മൾ കരുതും ദുന്യാവിലെ പ്രശ്നമാണ് വലിയ പ്രശ്നം. കൂട്ടരെ, അതൊന്നുമല്ല. ഇപ്പം മേപ്പാടി ദുരന്തം കുറേ ആൾ മരിച്ചു പോയില്ലേ? ഓല കഴിച്ചിലായിക്കല്ലേ. മരണം ഞമ്മക്കും ഓൽക്കൊക്കെ മരണം വേണം. അത് ഏത് സമയത്തും ആവാം. അത് അല്ലാഹു തആല മുമ്പേ തീരുമാനിച്ച് വെച്ചതാണ്. ഓല അന്നം കഴിഞ്ഞു, ഓല വെള്ളം കഴിഞ്ഞു, ഓല ശ്വാസം കഴിഞ്ഞു. ഇനി അള്ളാഹ്ക്ക് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഒരു കാരണം അള്ളാഹു കൊടുത്തു. നമുക്കാരും സഹിക്കാൻ കഴിയില്ല. നമ്മൾ പറയരുത് എന്ത്, ഓ എൻ്റെ മകൻ അന്ന് ആ പള്ളിയിൽ അല്ലായിരുന്നുവെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നു പറഞ്ഞു പോകും. നമ്മൾ പറഞ്ഞു പോവും. പക്ഷെ കൽബിൽ തട്ടി പറയരുത്. അള്ളാഹുവിൻ്റെ ഖളായിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണത്. ഇവിടെ നടക്കുന്നതെല്ലാം മുൻ തീരുമാനം കഴിഞ്ഞതാണ്. ഒന്നും പുതിയ ജഫൽ ഖലം. അപ്പോൾ ഇവിടെ കുറച്ച് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാൽ നാളെ നമുക്ക് സുഖിയന്മാരായി വാഴാം സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? നല്ല ഈമാനും നല്ല അമലും, മരണസമയത്ത് കാമിലായ ഈമാനും, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്.